കുവൈറ്റിൽ നടന്ന കണിയാമ്പുരം രാമചന്ദ്രൻ നായർ സ്മാരക ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നോട്ടം 2024 സമാപിച്ചു. പരിപാടിയിൽ സിനിമാ താരം വിഷ്ണു ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. കേരള അസോസിയേഷൻ കുവൈറ്റ് കണിയാപുരം രാമചന്ദ്രൻ സ്മാരക 11ാമത് ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നോട്ടം 2024 ഡിസംബർ 6 വെള്ളിയാഴ്ച കുവൈറ്റ് അഹമ്മദി ഡൽഹി പബ്ലിക് സ്കൂളിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. മലയാള സിനിമയിലെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, അഭിനയം എന്നിവയിൽ തന്റേതായ കയ്യൊപ്പ് ചാർത്തിയ വിഷ്ണു ഉണ്ണികൃഷ്ണനെ കണിയാപുരം രാമചന്ദ്രൻ സ്മാരക യുവ പ്രതിഭാ പുരസ്കാരം നൽകി ആദരിച്ചു. പ്രശസ്തി പത്രവും ഫലകവും ക്യാഷ് അവാർഡും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രശസ്ത സിനിമാ നിരൂപകൻ ഡോക്ടർ CS വെങ്കിടേശ്വരൻ, സിനിമാ സംവിധായകരായ VC അഭിലാഷ്, ഡോൺ പലാത്തറ എന്നിവരാണ് നോട്ടം ജൂറികളായി കുവൈറ്റിൽ എത്തിയത്. ആഗ്രഹിച്ച് ഇങ്ങനെ കുഞ്ഞുനാൾ മുതൽ സിനിമയോടുള്ള ഒരു പാഷൻ കൊണ്ട് ഇങ്ങനെ നടക്കണ പോലെ സ്വന്തം തൊഴിൽ തേടിയും മറ്റ് ഇതൊക്കെ ആയിട്ട് നമ്മുടെ നാട് വിട്ടു വന്ന പ്രവാസികളുടെയാണ് എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം സിനിമകളും അല്ലേ. അപ്പോൾ അവരെ എല്ലാം ഈ കല നമുക്ക് ഒളിച്ചു വയ്ക്കാൻ പറ്റാതെ അതിങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പം അതിനുവേണ്ടി ഇത്രയും ശ്രമങ്ങൾ എടുക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അതിന് നിങ്ങൾക്കാണ് ആദ്യം ഒരു കയ്യടി തരേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. 11 ഹ്രസ്വ സിനിമകളുമായി 2023 ആരംഭിച്ചതാണ് നോട്ടം ഫിലിം ഫെസ്റ്റിവൽ. ഇത്തവണ 32 സിനിമകളാണ് മത്സര വിഭാഗത്തിൽ ഉണ്ടായിരുന്നത്. പ്രദർശന വിഭാഗം സിനിമ, മത്സര വിഭാഗം സിനിമ, ഓപ്പൺ ഫോറം എന്നിങ്ങനെയായിരുന്നു മേളയെ തരംതിരിച്ചിരുന്നത്. ഗ്രാൻഡ് ജൂറി അവാർഡ്, മികച്ച പ്രവാസി സിനിമ, മികച്ച പ്രേക്ഷക സിനിമ, മികച്ച സ്റ്റുഡന്റ് ഫിലിം കൂടാതെ വ്യക്തിഗതമായി 10 അവാർഡുകൾ കൂടി നൽകുകയുണ്ടായി. പ്രവാസ ലോകത്ത് വിവിധ ജോലികളിൽ ഏർപ്പെടുമ്പോൾ അവരുടെ ഒഴിവു സമയം തങ്ങളുടെ മനസ്സിലെ സിനിമകളെ അഭ്രപാളിലെത്തിക്കാൻ ശ്രമിച്ചപ്പോഴാണ് 32ഓളം സിനിമകൾ സൃഷ്ടിക്കപ്പെട്ടത്. ജീവിതത്തിലെ വിവിധ വിഷയങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് തികച്ചും ഉയർന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ സിനിമയും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ജീവിതത്തിന്റെ വിവിധ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിനായി പ്രവാസ ലോകത്തെത്തിയ കലാകാരന്മാരായ പ്രവാസികളുടെ മനസ്സിലെ മനോഹരമായ സൃഷ്ടിയാണ് ചെറു സിനിമകളായി മത്സരത്തിലെത്തിയത്. ഗ്രാൻഡ് ജൂറി അവാർഡ് മസർ നടുവത്ത് വളപ്പിൽ സംവിധാനം ചെയ്ത ദ വൺ ലാസ്റ്റ് എന്ന സിനിമയ്ക്ക് ലഭിച്ചപ്പോൾ നല്ല പ്രവാസി സിനിമയായും നല്ല ഓഡിയൻസ് സിനിമയായും പാൽ ആൻഡ് പാൽ എന്ന മുഹമ്മദ് സാലി സംവിധാനം ചെയ്ത സിനിമയ്ക്ക് ലഭിച്ചു. നല്ല സ്റ്റുഡന്റ് ഫിലിം നരേഷ് കൃഷ്ണ രാജേഷ് സംവിധാനം ചെയ്ത കട്ടുറുമ്പിന് ലഭിച്ചു. മികച്ച ബാലതാരങ്ങളായി മഴ ജിതേഷിനെയും ഗുരുവന്ദിതയെയും നരേഷ് കൃഷ്ണയെയും തിരഞ്ഞെടുക്കപ്പെട്ടു. നല്ല സൗണ്ട് ഡിസൈനറായി വിഷ്ണു രഘുവിനെയും തിരക്കഥയ്ക്ക് സാബു സൂര്യചിത്രയെയും എഡിറ്ററായി നിഷാദ് മുഹമ്മദിനെയും തിരഞ്ഞെടുത്തു. നല്ല സിനിമോട്ടോഗ്രാഫറായി ഷാജഹാനെയും പ്രൊഡക്ഷൻ ഡിസൈനറായി എബിൻ അശോകിനെയും നല്ല നടിമാരായി രമ്യ ജയപാലിനെയും റിമ കെ മേനോനെയും തിരഞ്ഞെടുത്തു. നല്ല നടനായി നിതിൻ മാത്യുവിനെ അംഗീകരിക്കപ്പെട്ടു. സിനിമോട്ടോഗ്രാഫറായി പ്രത്യേക അവാർഡ് കെവിൻ ബിനോയ് ജോർജ് നേടിയപ്പോൾ നല്ല സംവിധായകനായി രാജീവ് ദേവനന്ദനം തിരഞ്ഞെടുക്കപ്പെട്ടു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര.